ഞാനുണ്ടല്ലോ, ഞാൻ ഇത്ര ഒരുങ്ങി കെട്ടി എക്സൈറ്റഡ് ആയിട്ട് എങ്ങോട്ടാ പോണേ പറയുക. ഗൈസ്, ഞാൻ അയർലൻഡിൽ ഡാൻസ് പഠിപ്പിക്കാൻ പോവാ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സത്യം പറയാൻ ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല അയർലൻഡിലേക്ക് വരുന്നെന്നെ. ഇതിപ്പോ അയർലൻഡിലോട്ട് വന്നു എന്നിട്ട് ഇവിടെ ഒരു കുട്ടിക്ക് ഡാൻസ് പഠിപ്പിക്കാൻ പോവാ ഞാൻ. ലൈഫ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. കണ്ണിൽ വെക്കേ. നീ ചെയ്യ 2 കൈ കൊണ്ട് ചേച്ചിയുടെ കാലേ തൊട്ടിട്ട് കണ്ണിൽ വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. കുഞ്ഞു പിള്ളേരാ, 3 പിള്ളേരുണ്ട്. കുഴപ്പമില്ല, പഠിപ്പിച്ചെടുക്കാം. ഇനി ഇതെങ്ങനെയായി സംഭവം ഉണ്ടായത് എന്നുള്ളത് പറയാം. ഞാൻ ഇന്നലെ ഒരു ദിവസം വീട്ടിലിരുന്ന് അസൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നേ. അപ്പം ഇനി ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ സകല പിന്നെ ടീച്ചേഴ്സിനെ പ്രായിക്കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മടുത്തിരിക്കുകയാണേ. അപ്പം എന്നോട് വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്, ദീപ്തി എന്ന് പറഞ്ഞിട്ട്. ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എടി അനുചേച്ചി ഉണ്ട് വേറെ, അത് നേഴ്സ് ചേച്ചി. അപ്പം അനുചേച്ചി നിൻ്റെ നമ്പർ ചോദിച്ചു, കൊടുത്തോട്ടേ എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ, കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ. എന്നിട്ട് ചേച്ചി എനിക്ക് ഹായ് അയച്ചു. ഞാൻ തിരിച്ച് റിപ്ലൈ എടുത്തു. ചേച്ചി ഉടനെ എന്നെ വിളിച്ചു. അനുചേച്ചി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയണേ, എടി ഞാൻ പറഞ്ഞ ചേച്ചി പറയും, എടി നിനക്ക് എൻ്റെ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റും. ഞാനിങ്ങനെ ഒരു മിനിറ്റ് ഞാനിങ്ങനെ സ്റ്റക്കായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ പഠിപ്പിക്കാമല്ലോ പറഞ്ഞു. അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, നിനക്ക് പഠിപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഓക്കെ പഠിപ്പിക്കാം. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ബസ് ക്യാൻസലായിപ്പോയി അവിടുന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആയിട്ടൊക്കെ ക്യാബ്. നല്ല മലയാളി ചേട്ടനായിരുന്നു ക്യാബ് ഡ്രൈവറായിട്ടുണ്ടായിരുന്നത്. പുള്ളി ഞാനും ഭർത്താരൊക്കെ പറഞ്ഞിങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു, നല്ല മനുഷ്യൻ.